ഫ്രണ്ട്സ്, വെൽക്കം ടു LSS സീരീസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സമയം, കലണ്ടർ, ക്ലോക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് LSSൽ ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് LSS ഗണിതം നോക്കിയാൽ വീഡിയോ കാണാവുന്നതാണ്. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. 9:40 മുതൽ 11:25 വരെ എത്ര സമയം? നമുക്കിവിടെ അറിയാം 9:40 മുതൽ 10:40 വരെ 1 മണിക്കൂറാണ്. നമുക്കിവിടെ 9:40 എങ്ങനെ 1 മണിക്കൂർ കൂട്ടാമെന്ന് നോക്കാം. ഇവിടെ 40 എന്നുള്ളത് മിനിറ്റും 9 എന്നുള്ളത് മണിക്കൂറുമാണല്ലോ. സോ നമുക്ക് 1 മണിക്കൂർ കൂട്ടുമ്പോൾ നമ്മൾ നേരെ 9ൻ്റെ താഴെയാണ് 1 എഴുതി കൊടുക്കേണ്ടത്. സോ നമുക്ക് 9:40 1 മണിക്കൂർ കൂട്ടി നോക്കാം. 40 നേരെ താഴോട്ടേക്ക് ഇറക്കി എഴുതുക. 9 + 1 എത്രയായി? 10 ആയി. സമയം 10:40 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് 11:25 ആവാൻ എത്രയാണ് സമയം എന്നാണ്. സോ 11:25 ആയിട്ടില്ല, 10:40 ആയിട്ടേ ഉള്ളൂ. 10:40 1 മണിക്കൂർ കൂടി കൂട്ടി നോക്കിയപ്പോൾ 11:40 ആയി. 11:40 ആവാൻ പറ്റില്ല. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് 11:25 ആണ്. സോ നമ്മളിവിടെ വീണ്ടും 1 മണിക്കൂർ കൂട്ടി നോക്കിയാൽ സമയം അധികമായി പോവും. സോ വീണ്ടും 1 മണിക്കൂർ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. സോ 1 മണിക്കൂർ മാത്രം കൂട്ടിയാൽ മതി. ഇനി എത്ര മിനിറ്റുകളാണ് ഇവിടെ ഇനി കൂട്ടേണ്ടതെന്ന്, അതായത് 10:40 നിന്ന് 11:25 എത്താൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റാണ് നമുക്ക് ആവശ്യമെന്ന് നോക്കുക. 1 മണിക്കൂറിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 10:40 ആണല്ലോ, 11:25. ഇനി 10:40 നിന്ന് 11 മണിയാവാൻ എത്ര സമയം, എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട്? 40 നിന്ന് 45 5 മിനിറ്റ്, 50 10 മിനിറ്റ്, 55 15 മിനിറ്റ്, 60 20 മിനിറ്റ്. അപ്പോൾ 11 മണിയായില്ലേ? സോ 11 മണിയാവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റാണ് സമയമെടുക്കുന്നത്. നമ്മളോട് ചോദിച്ചത് 11:25 ആവണം. സോ ആ 25 മിനിറ്റും കൂടി ഇതിനോട് കൂട്ടുക. അപ്പോൾ നമുക്ക് 45 മിനിറ്റ് എന്ന് കിട്ടും. സോ 9:45 എത്ര കൂട്ടണം? 1 മണിക്കൂറും 45 മിനിറ്റുമാണ് 11:25 ആവാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നത്. ഇതാണല്ലോ നമ്മളോട് ചോദിച്ചത്. 9:40 നിന്നും 11:25 ആവാൻ എത്ര സമയം എടുക്കുന്നു? 1 മണിക്കൂറും 45 മിനിറ്റും. ഇനി ഇതിൻ്റെ ഉത്തരം മറ്റൊരു രീതിയിലും നമുക്ക് കണ്ടെത്താം. എന്താണ്? 9:40 നിന്ന് 11:25 എത്ര സമയമുണ്ടെന്നറിയാൻ 11:25 നിന്നും 9:40 കുറച്ച് നോക്കാം. ഇവിടെ നമുക്ക് 11:25 നിന്നും 9:40 ആണല്ലോ കുറയ്ക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ 25 എന്നുള്ളത് മിനിറ്റ് ആണ്. മിനിറ്റിൽ നിന്ന് മാത്രമേ മിനിറ്റുകൾ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ 25 മിനിറ്റിൽ നിന്ന് 40 മിനിറ്റ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. 25 ചെറുതും 40 വലുതുമല്ലേ. സോ നമ്മൾ സൈഡിൽ നിന്ന് കടമെടുക്കുന്നു, അതായത് മണിക്കൂറിൽ നിന്നാണ് കടമെടുക്കുന്നത്. അവിടെ 11 മണിക്കൂറുള്ളത് 10 മണിക്കൂറാവും. 1 മണിക്കൂർ നമ്മൾ ഇങ്ങോട്ട് കടമെടുക്കും. കടമെടുക്കുമ്പോൾ നമ്മൾ മിനിറ്റ് സൈഡിലേക്കല്ലേ കടമെടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മിനിറ്റിലാണ് എഴുതി കൊടുക്കേണ്ടത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ. സോ നിങ്ങൾ അവിടെ 60 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഈ 60ഉം കടമെടുത്ത 60ഉം അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന 25ഉം കൂടി കൂട്ടുക. 85 എന്ന് കിട്ടി. ഇനി 85ൽ നിന്ന് 40 കുറച്ചേ, 45 എന്ന് കിട്ടി. പിന്നെ നമ്മുടെ മണിക്കൂറുകൾ കുറയ്ക്കുക. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 എന്നും കിട്ടി. നമുക്കിവിടെ വ്യത്യാസം കിട്ടി. 9:40 നിന്ന് 11:25 ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും 45 മിനിറ്റുമാണ് എടുക്കുന്നത്. നമുക്ക് ഏത് രീതിയാണോ എളുപ്പം അതിൽ ചെയ്ത് നോക്കിയാൽ മതി. കുറയ്ക്കുമ്പോൾ കടമെടുക്കുമ്പോൾ തെറ്റിപ്പോവരുത്. രണ്ടാമത്തെ ചോദ്യം, 8:45 ബസ് സ്റ്റാൻഡിലെത്തിയ ആരതിക്ക് 3/4 മണിക്കൂർ കാത്തു നിന്നപ്പോഴാണ് ബസ് കിട്ടിയത്. എത്ര മണിക്കാണ് ആരതിക്ക് ബസ് കിട്ടിയത്? ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, 8:45 അവൾ ബസ് സ്റ്റാൻഡിലെത്തിയത്. പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ബസ് കിട്ടുന്നത്. 3/4 മണിക്കൂർ എന്ന് പറയുന്നത് ഏതാണ് സമയം?
45 മിനിറ്റ് ആണ്. സോ നമ്മളിവിടെ 8:45 45 മിനിറ്റ് കൂട്ടിയാൽ മതി. ഇവിടെ 8:45 45 മിനിറ്റ് ആണ് കൂട്ടേണ്ടത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, മിനിറ്റിന്റെ അടിയിൽ മാത്രം മിനിറ്റുകൾ എഴുതണം. 5 കൂട്ടിയപ്പോൾ 10, 0, 1 എഴുതി. 4 4 8 + 1 9 കിട്ടി. 8 നേരെ താഴേക്ക് ഇറക്കി എഴുതി. 8 മണിക്കൂറും 90 മിനിറ്റുമാണ് ഉത്തരം കിട്ടിയത്. നമുക്കറിയാം 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. സോ നമുക്ക് ഇതിലെ 90-ലെ 1 മണിക്കൂറിനെ, അതായത് 60 മിനിറ്റിനെ നമുക്ക് എവിടേക്ക് കൊടുക്കാം? 8ലേക്ക് കൊടുക്കാം. 1 മണിക്കൂറിനെ നമ്മൾ 8ലേക്ക് കൊടുത്തു. അപ്പോൾ അവിടെ 9 മണിക്കൂർ എന്നായി. 90 എന്നുള്ളിടത്ത് എന്തായി? നമ്മുടെ 60 പോയില്ലേ? 60 പോയപ്പോൾ 90-ൽ നിന്ന് 60 പോകുമ്പോൾ എത്രയാകും? അവിടെ 30 എന്നാകും. സോ നമുക്ക് അവിടെ 30 മിനിറ്റ് എന്ന് കിട്ടി. നമ്മുടെ സമയം എത്രയായി ഇപ്പോൾ നമുക്ക് കിട്ടിയ സമയം 9:30 സോ അവൾക്ക് ബസ് കിട്ടിയിട്ടുള്ള സമയം, അതായത് 8:45 കഴിഞ്ഞിട്ട് 45 മിനിറ്റോടെയും കഴിഞ്ഞാൽ സമയം 9:30 വരിക. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, 60 മിനിറ്റിലധികം വന്നാൽ മണിക്കൂറിലേക്ക് കൊടുക്കണം. നമ്മളിവിടെ ചോദ്യത്തിൽ ഒരു കാര്യം കണ്ടു, 3/4 മണിക്കൂർ എന്ന്. 3/4 മണിക്കൂർ എന്നുള്ളത് 45 മിനിറ്റ് ആണെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയില്ല. സോ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണല്ലോ. 3/4 മണിക്കൂർ എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. അരമണിക്കൂർ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. 1/4 മണിക്കൂർ എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 9:15 പുറപ്പെട്ട നേത്രാവതി എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:40 എറണാകുളത്തെത്തി. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം എത്താൻ യാത്രാ സമയം എത്ര എന്നാണ് ചോദ്യം. 9:15 മുതൽ 1:40 വരെ എത്ര സമയം എന്നാണല്ലോ ചോദിച്ചത്. നമുക്കിവിടെ എളുപ്പത്തിൽ 9:15 മുതൽ 1:15 വരെയുള്ള സമയം കണ്ടെത്താം. 9:15 മുതൽ 10:15 വരെ 1 മണിക്കൂർ, 11:15 ആകുമ്പോൾ 2 മണിക്കൂർ, 12:15 ആകുമ്പോൾ 3 മണിക്കൂർ, 1:15 ആകുമ്പോൾ 4 മണിക്കൂർ. നമുക്കിവിടെ 1:15 വരെ 4 മണിക്കൂർ സമയം എടുത്തു എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 1:15 പോരാ, 1:40 ആവണം. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റിൽ നിന്ന് 40 മിനിറ്റ് ആവാൻ എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കാം. അത് കിട്ടാൻ 40-ൽ നിന്നും 15 കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 25 മിനിറ്റ് എന്ന് കിട്ടി. സോ ഇവിടെ ആകെ കിട്ടിയ സമയം എത്രയാണ്? നേരത്തെ കിട്ടിയ 4 മണിക്കൂറും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 20 മിനിറ്റും. ആകെ എടുത്ത സമയം 4 മണിക്കൂറും 25 മിനിറ്റുമാണ്. ഇനി അടുത്ത ചോദ്യം, ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത 5 കുട്ടികൾ ഓടാനെടുത്ത സമയമാണ് താഴെ തന്നിട്ടുള്ളത്. 2 മിനിറ്റ് 10 സെക്കൻഡ്, 2 മിനിറ്റും 40 സെക്കൻഡ്, 2 മിനിറ്റ് 28 സെക്കൻഡ്, 1 മിനിറ്റ് 55 സെക്കൻഡ്, 2 മിനിറ്റ് 17 സെക്കൻഡ്. 1 മുതൽ 5 വരെ നേടിയ സ്ഥാനമനുസരിച്ച് സമയം എഴുതുക എന്നാണ് പറഞ്ഞത്. ഇതിൽ ആരായിരിക്കും 1-ാം സ്ഥാനം കിട്ടിയത്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടി എത്തിയ ആളല്ലേ 1-ാം സ്ഥാനം കിട്ടിയത്. സോ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ സമയം ഏതാണ്? 1 മിനിറ്റും 55 സെക്കൻഡുമാണല്ലോ. ഇനി ഏറ്റവും ലാസ്റ്റ് ആരായിരിക്കും എത്തിയിട്ടുണ്ടാവുക? കുറേ സമയം എടുത്ത് ഓടിത്തീർത്ത ആളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഏതാണ്? 2 മിനിറ്റും 40 സെക്കൻഡും. അതാണ് ഏറ്റവും അവസാനം എത്തിയിട്ടുണ്ടാവുക. 1 മിനിറ്റും 55 സെക്കൻഡും കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ സമയം ഏതാണെന്ന് നോക്കിക്കേ. അവരായിരിക്കും 2-ാമത് എത്തിയിട്ടുണ്ടാവുക. ഇവിടെ 2 മിനിറ്റും 10 സെക്കൻഡുമാണ് പിന്നെ ചെറുത് വരുന്നത്. പിന്നെ 2 മിനിറ്റും 17 സെക്കൻഡ്, പിന്നെ 2 മിനിറ്റും 28 സെക്കൻഡ്. ഇങ്ങനെ സമയം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എടുത്ത് എഴുതുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുക. ഓക്കെ. അടുത്ത ചോദ്യം, ഡിജിറ്റൽ ക്ലോക്കിലെ സമയം നോക്കി പൂരിപ്പിക്കുക. ഇവിടെ 5, 18, 49 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് മണിക്കൂർ, ഏതാണ് മിനിറ്റ്, ഏതാണ് സെക്കൻഡ് എന്ന് നിങ്ങളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഡിജിറ്റൽ ക്ലോക്കിൽ ആദ്യം കാണുന്നതില്ലേ മണിക്കൂറാണ്. ഇവിടെ 5 മണിക്കൂർ. ഇനി രണ്ടാമത് വരുന്നത് എന്താണ്? മിനിറ്റ് ആണ്. ഇവിടെ 18 മിനിറ്റ് ആണ്. മൂന്നാമത്തേതാണ് സെക്കൻഡ്. ഇവിടെ 49 സെക്കൻഡ് ആണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഒന്നും കണ്ടെത്താനൊന്നുമില്ല. ജസ്റ്റ് നേരെ എടുത്ത് എഴുതിയാൽ മതി. അറിഞ്ഞിരിക്കുക, ആദ്യമുള്ളത് മണിക്കൂർ, പിന്നെ വരുന്നത് മിനിറ്റ്, പിന്നെ വരുന്നതാണ് സെക്കൻഡ്. നെക്സ്റ്റ് നോക്കാം. റാണിയുടെ ക്ലാസ്സിൽ ക്ലോക്ക് ഉണ്ടാക്കുകയാണ്. 10:40 പ്രവർത്തനം തുടങ്ങി 2 മണിക്കൂർ 35 മിനിറ്റിന് പൂർത്തിയാക്കി. എങ്കിൽ എത്ര മണിക്കാണ് ക്ലോക്ക് ഉണ്ടാക്കി തീർന്നത്? ഇവിടെ ക്ലോക്ക് ഉണ്ടാക്കി തീർന്ന സമയമാണ് ചോദിച്ചത്. 10:40 തുടങ്ങിയതെന്ന് തന്നിട്ടുണ്ട്. 2 മണിക്കൂർ 35 മിനിറ്റുമാണ് സമയമെടുത്തത്. ഇവിടെ നമുക്ക് എത്ര സമയത്താണ് കഴിഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 10:40 2 മണിക്കൂറും 35 മിനിറ്റും കൂട്ടി നോക്കിയാൽ മതിയല്ലോ. സോ നമുക്കൊന്ന് കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, മിനിറ്റിൻ്റെ നേരെ താഴത്ത് മിനിറ്റ് മാത്രവും മണിക്കൂറിൻ്റെ നേരെ താഴെ മണിക്കൂറും എഴുതി കൊടുക്കുക. ഇനി ഇവിടെ 0, 5, 5 4ഉം 3ഉം കൂട്ടുമ്പോൾ 7 ആണ്. നമുക്ക് 75 മിനിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. 10ഉം 2ഉം കൂട്ടിയപ്പോൾ 12 മണിക്കൂറും കിട്ടി. പക്ഷേ 75 മിനിറ്റ് കിട്ടിയില്ലേ? അതായത് ഇവിടെ 60 മിനിറ്റിനെക്കാട്ടിലും കൂടുതലാണ്. സോ നമുക്ക് 60 മിനിറ്റിനെ നമുക്ക് മണിക്കൂറിലേക്ക് കൊടുക്കാം. മണിക്കൂറിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മണിക്കൂറിൽ തന്നെ കൊടുക്കണം. അതായത് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ? സോ നമ്മൾ 1 മണിക്കൂറിനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 12 എന്നുള്ളത് 13 മണിക്കൂറായി. ഇനി 75 മിനിറ്റിൽ നിന്ന് 60 മിനിറ്റ് നമ്മൾ കൊടുത്തല്ലോ. അപ്പോൾ അവിടെ 75 നിന്നും 60 പോയാൽ 15 ആണ്. സോ നമുക്ക് 13, 15 മിനിറ്റ് എന്ന് കിട്ടി. പക്ഷേ ക്ലോക്കിൽ 13 എന്ന് പറഞ്ഞൊരു സംഖ്യയുണ്ടോ? ഇല്ലല്ലോ. 12 കഴിഞ്ഞാൽ 13 അല്ല വരുന്നത്, 12 കഴിഞ്ഞാൽ 1 ആണ്. സോ നമ്മുടെ സമയം 1:15 ആണ്. മനസ്സിലായല്ലോ? ക്ലോക്ക് ഉണ്ടാക്കി തീർത്ത സമയം 1:15 ആണ് വരുന്നത്. അടുത്ത ചോദ്യം, സെക്കൻഡ് സൂചി 3-ൽ നിന്ന് 1-ലെത്താൻ എടുക്കുന്ന സമയം എത്ര? നമുക്കറിയാം, ഓരോ സംഖ്യകൾക്കിടയിലും സെക്കൻഡ് സൂചി എടുക്കുന്ന സമയം 5 സെക്കൻഡ് ആണെന്ന് നമ്മൾ മുൻപത്തെ ചോദ്യത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ സംഖ്യകൾക്കിടയിലും 5 സെക്കൻഡ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 3-ൽ നിന്ന് 1-ലേക്കുള്ള സമയമാണ്. ഒരിക്കലും സെക്കൻഡ് സൂചി പിന്നോട്ട് കറങ്ങില്ല. അതായത് 3-ൽ നിന്ന് 1-ലോട്ട് പിന്നോട്ട് പോവില്ല, മുന്നോട്ട് കറങ്ങിയിട്ടാണ് 1-ലെത്തുന്നത്. അതായത് 3-ൽ നിന്ന് 4-ലേക്ക് പോയി 4-ൽ നിന്ന് 5-ലെത്തി, അങ്ങനെ കറങ്ങിയിട്ടാണ് 1-ലെത്തുന്നത്. 3-ൽ നിന്ന് 4-ലെത്തുമ്പോൾ 5 സെക്കൻഡ്, 4-ൽ നിന്ന് 5-ലേക്കായപ്പോൾ 10 സെക്കൻഡ്, 5-ൽ നിന്ന് 6-ലേക്ക് എത്തിയപ്പോൾ 15 സെക്കൻഡ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ 1-ലെത്തുമ്പോൾ എടുക്കുന്ന സമയം 50 സെക്കൻഡ് ആണ്. സോ ഇവിടെ ഉത്തരം 50 സെക്കൻഡ്. അടുത്ത ചോദ്യം, സെക്കൻഡ് സൂചി 12-ൽ തുടങ്ങി 35 സെക്കൻഡ് ആകുമ്പോൾ ഏത് സംഖ്യയ്ക്ക് നേരെ എത്തും? ഇവിടെ സെക്കൻഡ് സൂചി 12-ൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഓരോ സംഖ്യകൾക്കിടയിലും 5 സെക്കൻഡ് ആണ് ഉള്ളത്. സോ 35 സെക്കൻഡ് ആകുമ്പോൾ ഏത് സംഖ്യയ്ക്ക് നേരെ എത്തുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 35-ൽ എത്ര 5കൾ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ? ഓരോ സംഖ്യകൾക്കിടയിലും 5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 35 സെക്കൻഡിൽ എത്ര 5 സെക്കൻഡുകൾ വരുന്നുണ്ടെന്ന് നോക്കുക. 35-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കാൻ 35 ഹരിക്കണം 5 ചെയ്യുക. നമുക്ക് 7 എന്ന് കിട്ടും. അതായത് 7 എന്ന സംഖ്യയ്ക്ക് നേരെയാണ് സെക്കൻഡ് സൂചി 35 സെക്കൻഡ് കഴിയുമ്പോൾ എത്തുന്നത്. അടുത്തത് ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 3 മണിക്കൂറും 40 മിനിറ്റും എത്ര മിനിറ്റ് ആണ്? ഇവിടെ ചോദ്യത്തിൽ തന്നെ 40 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം, 40 മിനിറ്റ് അവിടേക്ക് മാറ്റി എഴുതുക. ഇനി നമ്മൾ കാണേണ്ടത് 3 മണിക്കൂർ എത്ര മിനിറ്റുകളാണെന്നാണ്. നമുക്കറിയാമല്ലോ, 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റുകളാണ്. ഇവിടെ 3 മണിക്കൂർ വരുന്നുണ്ട്. അതായത് 3 പ്രാവശ്യം 60 മിനിറ്റുകൾ വരുന്നുണ്ട്. 3 ഗുണിക്കണം 60, 180 മിനിറ്റ് എന്ന് കിട്ടി. സോ ഈ 180 മിനിറ്റിനോട് നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുള്ള നമ്മൾ നേരത്തെ മാറ്റി വെച്ച 40 മിനിറ്റിനെ കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 220 മിനിറ്റ് എന്ന് കിട്ടി. ഇപ്പോൾ മൊത്തത്തിൽ 220 മിനിറ്റ് ആണ്.
അടുത്തതൊരു കലണ്ടർ ചോദ്യമാണ്. സബ് ജില്ലാ തല ഗണിത ശാസ്ത്രമേള 15/10/2025 ജില്ലാതല ഗണിത ശാസ്ത്രമേള 4/11/2025 നടക്കും. സബ് ജില്ലാ മേളയ്ക്കും ജില്ലാ മേളയ്ക്കും ഇടയിൽ എത്ര ദിവസമുണ്ട്? ഇവിടെ 15/10 ജില്ലാതല ഗണിത ശാസ്ത്രമേള. 15/10 എന്ന് പറയുന്നത് ഒക്ടോബർ 15-ാം തീയതിയാണല്ലോ. 10-ാം മാസം എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. സോ ഒക്ടോബർ 15-നാണ് ജില്ലാതല ശാസ്ത്രമേള നടക്കുന്നത്. ജില്ലാതല ശാസ്ത്രമേള നടക്കുന്നത് 11-ാമത്തെ മാസം, അതായത് നവംബർ 4-നാണ്. സോ നമ്മൾ കാണേണ്ടത് ഒക്ടോബർ 15 മുതൽ നവംബർ 4 വരെ എത്ര ദിവസമുണ്ടെന്നാണ്. നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ 31 ദിവസങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതി വരെ കുറച്ചാൽ, അതായത് 15-ൽ നിന്ന് 31 വരെ എത്ര ദിവസമുണ്ടെന്ന് നോക്കിക്കേ. 31-ൽ നിന്ന് 15 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. ഒക്ടോബർ 31 വരെ 16 ദിവസമുണ്ട്. സോ ഒക്ടോബറിൽ ഇനി 16 ദിവസമാണുള്ളത്. ഇനി നവംബർ 4-നാണല്ലോ ജില്ലാതല തുടങ്ങുന്നത്. 4 വരെ 3 ദിവസവുമാണുള്ളത്. സോ ഈ 16ഉം 3ഉം കൂടി കൂട്ടുക, ആകെ 19 ദിവസമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ജൂൺ 18 മുതൽ ജൂലൈ 20 വരെ എത്ര ദിവസം എന്നാണ് ചോദിച്ചത്. ഇവിടെ ജൂൺ 18 മുതൽ നമ്മൾ എണ്ണേണ്ടതുണ്ട്. ജൂൺ മാസത്തിലാകെ 30 ദിവസമാണുള്ളത്. ജൂൺ 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെ എത്ര ദിവസമുണ്ടെന്ന് കാണാൻ 30 കുറയ്ക്കണം 18 കൂട്ടണം 1 ചെയ്യുക. 13 ദിവസമാണ് ജൂണിൽ വരുന്നത്. ഇനി നമുക്ക് ജൂലൈ 1 മുതൽ 20 വരെ എത്ര ദിവസമാണ്? 20 ദിവസമാണ്. സോ ഈ 20 കൂട്ടണം 13, 33 ദിവസമാണുള്ളത്. ഓക്കെ, ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളുണ്ടെന്ന്. ഇവിടെ ജനുവരിയിൽ 31 ദിവസമാണ്, ഫെബ്രുവരിയിൽ 28 അല്ലെങ്കിൽ 29 ആണ്, മാർച്ചിൽ 31, ഏപ്രിലിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈയിൽ 31 ദിവസം, ആഗസ്റ്റിൽ 31 ദിവസം, സെപ്റ്റംബറിൽ 30 ദിവസം, ഒക്ടോബറിൽ 31 ദിവസം, നവംബറിൽ 30 ദിവസം, ഡിസംബറിൽ 31 ദിവസം. ഇനി അടുത്ത ചോദ്യം, സെക്കൻഡ് സൂചി വട്ടത്തിന്റെ 1/4 ഭാഗം കറങ്ങാൻ ആവശ്യമായ സമയം എത്ര? സെക്കൻഡ് സൂചി ഒരു വട്ടം മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 60 സെക്കൻഡ് ആണ്. 1/4 ഭാഗം കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 45 സെക്കൻഡ് ആണ്. ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക.